ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ജുജുത്സു കൈസന്റെ സീസൺ 3 ആയിട്ടുള്ള കില്ലിംഗ് ഗെയിം ആർക്കാണ്. ഫസ്റ്റ് 2 എപ്പിസോഡ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് 2 എപ്പിസോഡും വേറെ ലെവൽ കിഡിലും എപ്പിസോഡാണ്. കാര്യം ആനിമേഷൻ വൈസ് ആയാലും ആനിമേഷൻ കുറച്ച് ഡൗൺ ആണ്, എന്നാലും ആനിമേഷൻ വൈസ് ആയാലും സ്റ്റോറി വൈസ് ആയാലും ആക്ഷൻ സീക്വൻസ് ആയാലും രണ്ടും എല്ലാം കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു നല്ല സീസൺ ആയിരിക്കും. അല്ലാതെ വൺ പഞ്ച് മാൻ്റെ കാര്യം പറയണ്ടല്ലോ, എനിക്ക് ഓർക്കാൻ പോലും വയ്യ. സോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോ തുടർന്ന് കണ്ടുപോകാൻ ശ്രമിക്കുക. കാര്യം ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ 10 പേർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് അടുത്ത വീഡിയോ ഇടാൻ വേണ്ടി ചെറിയൊരു മോട്ടീവ് ആയിരിക്കും. ലൈക്ക് ചെയ്യുന്നതിന് കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. സോ കമന്റ് ബോക്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈപ്പ് എന്ന ഓപ്ഷൻ കാണും, ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കണ്ട. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആരും രക്തം പുരണ്ട കൈ കഴുകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ആ കഴുകുന്ന വേറെ ആരല്ല, നമ്മളെ യുജിയാണ്. അവിടെ നിന്ന് കട്ടിയത് യുജി നടന്നു നോക്കിക്കൊണ്ടിരിക്കുമ്പം ഒരു കേഴ്സ് അവനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ യുജി അവിടെ നിന്ന് എസ്കേപ്പ് ആയതിനു ശേഷം കൂളായിട്ട് ഒരു ചോക്ലേറ്റ് കഴിച്ച് പോവുകയാണ്. അപ്പൊ വീണ്ടും ആ ഒരു കേഴ്സ് അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്ത് യുജി വേറെ സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ അടുത്ത പ്രശ്നം വരികയാണ്. അത് വേറെ ആരല്ല, യൂട്ടനെ കൊല്ലാൻ വേണ്ടി സോഡ് എടുത്ത് നമ്മൾ യുജിനെ കണ്ണി കുത്തിയില്ല എന്നൊരു സിറ്റുവേഷൻ നിൽക്കുകയാണ്. അവിടെ വെച്ചാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് സെനിൽ പ്ലാനിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണിക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ അകത്ത് നലൂയ ആണെങ്കിൽ അവിടെ അസിസ്റ്റന്റ് സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർ കാര്യം ചോദിക്കുന്നുണ്ട് അസിസ്റ്റന്റ് അടുത്ത്. മറ്റേ മാക്കി മരിച്ചല്ലേ എന്ന് നലൂയ ആണെങ്കിൽ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇവൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ കാര്യം ഇവന്റെ ഗ്രേഡ് അപ്ഗ്രേഡ് ആയി, അതുപോലെ തന്നെ അവൻ ഈ ഒരു സ്ഥലം കൺട്രോൾ ചെയ്യാൻ സോഴ്സും അവന് വേണം. അതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്. നലൂയയ്ക്ക് എങ്ങനെയെങ്കിലും സെനിൽ പ്ലാനിലെ ലീഡർ ആവണം, അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും എന്ന് ആലോചന പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടെ നടക്കുന്ന ആ പെൺകുട്ടിക്ക് നല്ല കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ സെനിൽ പ്ലാനിലെ അടുത്ത ലീഡറാക്കാൻ പോകുന്ന ആ പെൺകുട്ടിനെയാണ്. അതുകൊണ്ടാണ് അവൻ എങ്ങനെയെങ്കിലും അവൻ അവിടുത്തെ ഒരു ലീഡറായി മാറണം. നലൂയ അതിനകത്ത് കയറിയപ്പോൾ തന്നെ അവൻ ഓവറാൻ തുടങ്ങിയാണ്. എന്താന്ന് വെച്ചാൽ ഹേയ്, ഞാനാണ് ഈ ഒരു സെനിൽ പ്ലാനിലെ പുതിയ ലീഡർ, മര്യാദക്കെല്ലാണോ ഞാൻ പറഞ്ഞ കേട്ടണോ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ രണ്ടാളിൽ ഒരാൾക്ക് ഭയങ്കര ദേഷ്യമായിട്ട് കത്തിയെടുത്ത് നലൂയെ വെട്ടാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ നലൂയക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താന്ന് വെച്ചാൽ നലൂയ ഓൾറെഡി തന്നെ സെനിൽ പ്ലാനിലെ ലീഡർ ആയിരിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ നേരത്തെ ഒരു ലീഡർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. സോ അപ്പോൾ തന്നെ അവിടെ വക്കീൽ പോലത്തെ ഒരാൾ വരുന്നുണ്ട് ഈ സ്വത്തൊക്കെ മാറ്റാൻ വേണ്ടി. എന്നാലും അയാൾ വന്നതിന് ശേഷം പറയുന്നുണ്ട് നലൂയ നീയാണ് പുതിയ ലീഡർ, അതുപോലെ തന്നെ സ്വത്ത് പൈസയും കാര്യങ്ങളൊക്കെ നിന്റെ പേര് തന്നെ വരുന്നതാണ്. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ഗോജോ മരിച്ചാലും ഗോജോ ഇപ്പൊ അലൈവ് ആണെങ്കിൽ പോലും തലമുറകളായിട്ട് കൈമാറുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ലീഡർ അത് മിഗുമിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നെലൂയന്റെ ഫേസ് ഒക്കെ മാറുന്നുണ്ട്. സോ അതുപോലെ തന്നെ പുതിയൊരു ഓർഡർ വന്നേക്കാണ് ഇറ്റഡോറി. അത് പറയുമ്പോൾ നമ്മളെ യുജിനെ കൊല്ലാൻ വേണ്ടി ഒരു ഓർഡർ വന്നേക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളെ നെലൂയന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഇറ്റഡോറിനെ കൊന്നതിന് ശേഷം മിഗുമിനെ കൂടെ മൊത്തത്തിൽ തീർത്തിട്ട് സെൻ പ്ലാനിലെ പുതിയ ലീഡർ ആവാം എന്നാണ് ഇപ്പൊ അവന്റെ പ്ലാന്. സോ അവിടെ നിന്ന് കട്ട് ചെയ്ത് യുജിനെ കാണിക്കുന്നുണ്ട്. യുജി ആണെങ്കിൽ നല്ല കുറ്റബോധം കാരണം ഒരു സ്റ്റെയറിൽ ഇരിക്കുകയാണ്. അപ്പൊ പിറകിൽ ചോസ വരുന്നുണ്ട്. അപ്പൊ ചോസ ചോദിക്കുന്നുണ്ട് നിന്റെ ലാസ്റ്റ് ഫൈറ്റ് നിനക്ക് കുറച്ച് ഇമ്പാക്ട് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ലാസ്റ്റ് കിട്ടിയ ഇമ്പാക്ട് വളരെ ചെറുതായിട്ട് ഭയങ്കര വേദന കാണും, അത് നീ കാര്യമാക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ യുജി പറയുന്നുണ്ട് നിനക്ക് എന്നോട് സംസാരിക്കണേ ഒരു കുഴപ്പവും ഇല്ലടാ, കാര്യം നിന്റെ കുറെ ബ്രദേഴ്സിനെ കൊന്നു കഴിഞ്ഞല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഫൈറ്റിൽ സൂക്കണ നമ്മളെ യുജിയുടെ ബോഡി ടേക്ക് ഓവറിന് ശേഷം കുറെ ആൾക്കാർ കൊന്നിട്ടുണ്ടായിരുന്നു, കുറെ ഇന്നസെന്റ് പീപ്പിൾസിനെ. അതുപോലെ തന്നെ സൂക്കണ മിഗുമിനെ വെച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മളെ യുജിക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ ചോസ പറയുന്നുണ്ട് എടാ അതൊന്നും കുഴപ്പമില്ല, നമ്മളൊക്കെ ജുജുത്സു സോഴ്സേഴ്സ് ആണ്, എനിക്കിപ്പോ വേറെ അനിയൻ പോയെങ്കിലും എനിക്ക് നീ ഒരു അനിയൻ ഉണ്ടല്ലോ, കാര്യം നീ എന്റെ കൊച്ചനാണ് എന്ന് പറയുന്നുണ്ട് ചോസോ. സോ ചോസോ നീ എന്നെ പറ്റി വിഷമിക്കണ, നീ ജുജുത്സു ഹൈലോട്ട് തിരിച്ചു പോക്കോ എന്ന് പറയുന്നുണ്ട് നമ്മളെ യുജി. അപ്പൊ യുജിന്റെ അടുത്ത് ചോസോ പറയുന്നുണ്ട് എടാ ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് യുജിന് എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് കണ്ട ആ ഒരു ആ ഒരു കേഴ്സ് അവനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ യുജി കുറെ സ്റ്റേഴ്സിൽ കൂടെ ഓടിയതിനു ശേഷം അവനെ സിമ്പിളായിട്ട് കൊല്ലുന്നുണ്ട്. അതിനുശേഷം കുറെ കേഴ്സസ് വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ തന്നെ അവിടെ ചോസോ വന്നതിന് ശേഷം ഒറ്റ സ്ലാപ്പിൽ അതിനൊക്കെ കൊല്ലുന്നുണ്ട്. സോ ചോസോ യുജിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് യുജി മുമ്പത്തെ കാട്ടി സ്ട്രോങ്ങർ ആയിട്ടുണ്ട്, അവന്റെ കേഴ്സ് എനർജി കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവ മുമ്പത്തെ കാട്ടി ഇപ്പൊ ഒരു കേഴ്സ് ഗോഡ് തന്നെ ആയിരിക്കുകയാണ് എന്ന് ചോസോ അവനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. എന്റെ ലിറ്റിൽ ബ്രദർ നല്ല സ്ട്രോങ്ങർ ആയി എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ യുജി പറയുന്നുണ്ട് എന്നെ ഇപ്പോഴും ലിറ്റിൽ ബ്രദർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ചോസോ പറയുന്നുണ്ട് നിനക്ക് തന്നെ അറിയാലോ ഞാൻ എന്താണ് പറയാൻ വരുന്നതെന്ന്, കാര്യം കൊഞ്ചക്കു അതാണ് നമ്മളെ യുജിന്റെ യഥാർത്ഥ അമ്മ എന്ന് ഇൻഡയറക്റ്റ് യുജിനെ അടുത്ത് അവൻ പറയുന്നുണ്ട്. അപ്പൊ തന്നെ അവിടെ ഒരു സൗണ്ട് കേൾക്കുകയാണ്, എന്താടാ ഇപ്പോഴും മിഗുമി ലേറ്റ് ആണോ എന്നൊരു വോയിസ് ഓവർ ഒരു കേൾക്കുകയാണ് അവിടെ. സോ ചോസോയ്ക്കും മിഗുമിക്കും അത് ആരും മനസ്സിലാവുന്നില്ല, അത് വേറെ ആരുമില്ല, അത് ഗലുയയാണ്. സോ ചോസ അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് മെഗുമിനെ തേടുന്നതെന്ന്. അപ്പോഴാണെങ്കിൽ ഗലുയ പറയുന്നുണ്ട് എനിക്ക് അവനെ കൊല്ലണം. അപ്പം യുജിക്ക് അവൻ ആരെന്ന് മനസ്സിലാവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഗോജോ ഇവനെ പറ്റി യുജിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സോഴ്സറർ ഉണ്ട്, അവൻ ഭയങ്കര സെൽഫിഷ് ആണ്, അവന്റെ കാര്യം നേടാൻ വേണ്ടി അവൻ എന്തും ചെയ്യും എന്നൊരു കാര്യം അവന് പറഞ്ഞ കാര്യം അവന് ഓർമ്മ വരികയാണ് യുജിക്ക്. ശേഷം യുജിനെയും ചോസനെയും ഗലുയ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര സ്പീഡാണ് ഗലുയക്ക്. അതുകൊണ്ട് തന്നെ യുജിക്കും ചോസയ്ക്കും ഭയങ്കര ടാസ്ക് ആവുകയാണ് അവന്റെ ഫൈറ്റ് ചെയ്യുമ്പോൾ. ഗലുയ യുജിന്റെ അടുത്ത് ഒരു കല്ല് പോലെ വരുന്നുണ്ട്. എന്നിട്ട് ട്രാൻസ്ഫോം ആയതിനു ശേഷം യുജിനെ അറ്റാക്ക്
ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ യൂജി അതൊക്കെ കണ്ടുപിടിച്ച് നേരെ എസ്കേപ്പ് ആവുന്നുണ്ട്. അപ്പോൾ യൂജി പറയുന്നുണ്ട് അവൻ്റെ കേഴ്സ് എനർജി അതുപോലെ തന്നെ ഭയങ്കര സ്പീഡ് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഭയങ്കര ഓർ അവന് ഫീൽ ചെയ്യുകയാണ് അവർക്ക് എല്ലാവർക്കും. അപ്പോൾ യൂജിക്ക് പെട്ടെന്ന് അവനെ മനസ്സിൽ വരികയാണ് ഗോജോ വരികയാണ്. ഗോജോന് സെയിം ഓറാണ് അവരെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗോജോന്റെ ഓറനെ കാട്ടി എന്തൊക്കെയോ ഡിഫറെന്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നേക്കുന്ന യൂട്ടയാണ്. യൂട്ട വന്നപ്പോൾ തന്നെ ചോദിക്കുകയാണ് ഇവിടെ ആരാണ് ഞാൻ കൊല്ലേണ്ട. അപ്പോൾ തന്നെ ഗലൂയ പറയുന്നുണ്ട് എടാ ഞാൻ നിന്റെ സൈഡിലാണ്, എനിക്കും ഒരാളെ കൊല്ലണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോസ മിഗുമിന്റെ അടുത്ത് ആരൊക്കെയാണ് ഇപ്പോൾ വന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ നിൽക്കുന്നതാണ് യൂട്ട. നമ്മളെ ഗോജോ പഠിപ്പിച്ചെടുത്ത ഒരു സ്റ്റുഡന്റ് ആണ് അവൻ. പക്ഷെ അവൻ ഭയങ്കര പവർഫുൾ ആണ്. നമ്മളെ ഗോജോന് അത്രയും പവറാണ് അവനും ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നീ അവന്റെ അടുത്ത് പോകാൻ വേണ്ടി ചിന്തിക്കേണ്ട, അവൻ നല്ല പവർഫുൾ ആണ് എന്ന് പറയുന്നുണ്ട്. നമ്മളെ ചോസ യൂജിയുടെ അടുത്ത് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വാൺ ചെയ്യുന്നുണ്ട്. സോ യൂജി നീ ഒന്ന് ആലോചിക്കേണ്ട, കിട്ടിയ സമയം കുറച്ച് മാത്രമേ ഉള്ളൂ, ഇപ്പൊ തന്നെ എസ്കേപ്പ് ആയിക്കോ, അവന്റെ കയ്യിൽ നീ പെട്ട് കഴിഞ്ഞാൽ പിന്നെ മൊത്തം പോയതാണ് മോനെ എന്ന് പറയുമ്പോൾ തന്നെ യൂജി അവിടെ നിന്ന് ഓടുന്നുണ്ട്. പക്ഷെ യൂജിനെ കൂടെ വെച്ച് പിടിച്ചുകൊണ്ട് യൂട്ടെ അവനെ പിറകെ ഓടുന്നുണ്ട്. ഇതുകൊണ്ട് യൂജി വരെ ഞെട്ടിപ്പോവാണ്. കാര്യം എന്താ വെച്ചാൽ അവന്റെ സ്പീഡിന് ഒത്തുപിടിക്കാൻ മാത്രം ഒരു സോഴ്സറസും ഇല്ല. അവിടെ നിന്ന് കട്ട് ചോസയും പിന്നെ നോയ എന്ന് പറഞ്ഞാൽ അവനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോയ ചോസയുടെ അടുത്ത് പറയുന്നുണ്ട് നീ യൂസ് ചെയ്ത ടെക്നിക്ക് അത് ജസ്റ്റ് ഒന്ന് റീലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും, എനിക്ക് ആ സമയം മതിയായിരിക്കും നിന്നെ കൊല്ലാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചോസ അവന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് നിനക്ക് തോന്നുന്നുണ്ടോടാ എന്റെ ബ്രദറിനെ തൊട്ട് നീ നേരെ പോകുന്നു എന്ന് പറയുകയാണ് നോയനോട്. അവിടെ നിന്ന് കട്ടിയത് യൂജിനെ യൂട്ടനെ കാണിക്കുന്നുണ്ട്. എപ്പോഴാണ് സ്റ്റാർട്ടിങ് കണ്ട ആ ഒരു സീൻ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ യൂജിനെ കണ്ണി കുത്തി രണ്ട് സിറ്റുവേഷൻ നിൽക്കുകയാണ്. അവിടെ നിന്ന് ജസ്റ്റ് മിസ്സിന് യൂട്ട രക്ഷപ്പെടുന്നുണ്ട്. യൂജി രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ യൂട്ട ആലോചിക്കുന്നുണ്ട് ഇതെന്താ അവന് പവർ നല്ല കൂടുതലാണല്ലോ. അതുപോലെ തന്നെ യൂജി ആലോചിക്കുകയാണ് കേഴ്സ് എനർജി നല്ല കൂടുതലാണ്. അതുപോലെ തന്നെ ഇവ എല്ലാം നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് ടാസ്ക് ആണ് എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ എന്ന് യൂജി അവനെ മനസ്സിൽ ആലോചിക്കുന്നു. അപ്പൊ യൂട്ട യൂജിക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതെ നീ പറഞ്ഞ ചെയ്യണം, പക്ഷേ ഗോജോ സെൻസെനെ കാട്ടി അത്ര പവർഫുൾ അല്ല ഞാൻ, എന്നാലും എനിക്ക് കുറച്ച് പവർ കുറച്ച് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് അവന്റെ അടുത്ത്. അപ്പൊ യൂജി ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. ടോറ മുമ്പ് അവരുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ കേഴ്സ് എനർജി കൂടുതലായാലും കുറവായാലും നമുക്ക് അവർ ചെയ്യുന്ന അറ്റാക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കേഴ്സ് എനർജി അനുസരിച്ചിരിക്കും. പക്ഷേ യൂട്ടേന്റെ ആ കേഴ്സ് എനർജി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ യൂജിക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ യൂജി ഒരുപാട് കാര്യം യൂട്ടിനെ പറ്റി മനസ്സിലാക്കി. യൂജി ഒരു 10 അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ യൂട്ട അതൊക്കെ മിനിമൈസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ യൂട്ടയ്ക്ക് അതൊന്നും ആവുന്നില്ല. അതുപോലെ തന്നെ യൂട്ട ഭയങ്കര ആക്യുറേറ്റഡ് ആണ്. അവ സോഡ് വെച്ച് ഒരു അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവ എവിടെ കണ്ടാണ് ചെയ്യുന്നത് അവിടെ തന്നെ അറ്റാക്ക് കൊള്ളുന്നുണ്ട്. സോ ചോസ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവൻ കുറച്ച് ടാസ്ക് ആണ് എനിക്ക് ഇവനായിട്ട് ജയിക്കാൻ വേണ്ടി. യൂജി ഫോൾ ബാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പോലും യൂട്ട വിടുന്നില്ല. യൂട്ടിന്റെ പവറും സ്ട്രെങ്തും കേഴ്സ് എനർജിയും അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ യൂജിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. യൂജി അവിടെ നിന്നൊക്കെ എസ്കേപ്പ് ആയതിനു ശേഷം ഒരു കാറിനകത്ത് നിന്ന് ഒരു ചെറിയ സോഡ് എടുക്കുന്നുണ്ട്. ഒരു ചെറിയ കത്തിയാണ്. ആ കത്തി എടുത്തതിനു ശേഷം ഒരു കേഴ്സ് ടൂളാക്കാൻ വേണ്ടി യൂജി നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഗോജോ യൂജിക്ക് പണ്ടെടുത്തൊരു ലെസൺ ഓർമ്മ വരുന്നത്. ഏതൊരു സോഡ് ആയാലും അല്ലെങ്കിൽ എന്ത് സംഭവമായാലും കേഴ്സ് എനർജി അതിന്റെ അകത്തൂടെ പേഴ്സ് ചെയ്യുമ്പോൾ അതൊരു കേഴ്സ് ടൂളായി മാറുന്നതാണ്. പക്ഷെ ഒരു ചെറിയ കാര്യമുണ്ട്, നമ്മൾ ഫോക്കസ് ചെയ്യണം ആ ഒരു ടൂള് കേഴ്സ് ടൂളാക്കാൻ വേണ്ടി. പക്ഷെ യൂജി ആ ഒരു തിടുക്കത്തിൽ അതൊരു കേഴ്സ് ടൂളാക്കാൻ മറന്നിട്ട് അവൻ ആ കത്തി കൊണ്ട് തന്നെ യൂട്ടയ്ക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ യൂട്ട സിമ്പിൾ ആയിട്ട് ഞാൻ സോഡ് പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ യൂജി ഒട്ട് വിട്ടുകൊടുക്കുന്നില്ല. യൂട്ടനെ സോഡ് പാതിയായിട്ട് പൊട്ടിക്കുന്നുണ്ട് അവർ സ്ട്രെങ്ത് വെച്ച്, കേഴ്സ് എനർജി വെച്ചല്ല. അപ്പൊ യൂട്ട അവനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അയ്യോ ഞാൻ ഒരു കാര്യം മറന്നുപോയി, എന്തൊക്കെയായാലും ഇത് ഗോജോ സെൻസൈയുടെ സ്റ്റുഡന്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് പവർഫുൾ ആയിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ റീക്ക ബാക്കിലൂടെ വന്നതിന് ശേഷം യൂജിനെ പിടിക്കുന്നുണ്ട്. അപ്പൊ യൂജി പെട്ടെന്ന് നെട്ടുകയാണ്. ഇതെന്താ ഷിനിഗാമി എന്തെങ്കിലും ആണോ, അല്ലെ എന്താണ് ഇത്, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എന്ന് റീക്ക അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ റീക്കേന്റെ അടുത്ത് യൂട്ട പറയുന്നുണ്ട് അതൊന്നും ഇല്ല, നമ്മൾ ജസ്റ്റ് കളിച്ചുകൊണ്ടിരുന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ യൂട്ട റീക്കേനോട് പറയുന്നുണ്ട് എടി നീ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അവനെ ഹോൾഡ് ചെയ്ത് മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞതിന് ശേഷം യൂട്ട പറയുന്നുണ്ട് ഐ ആം സോ സോറി എനിക്കിത് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ പാതി ഉടനെ സോഡ് വെച്ച് തന്നെ യൂജിന്റെ ദേഹത്ത് കുത്തി ഇറക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് എപ്പിസോഡ് 1 എൻഡ് ആവുന്നത്. സോ നല്ലൊരു സ്റ്റാർട്ട് ആയിരുന്നു എപ്പിസോഡ് 1 തന്നിട്ടുണ്ടായിരുന്നു. എപ്പിസോഡ് 2 ഓൾറെഡി ഇപ്പൊ തന്നെ റിലീസ് ആയിട്ടുണ്ട്. ആ എപ്പിസോഡ് നാളെ എത്തുന്നതാണ്. സോ ആ ഒരു എപ്പിസോഡ് മിസ് ആവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് കാണാൻ വേണ്ടി ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നാളെ എപ്പിസോഡ് 2 കാണും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അലൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.